നടൻ ജോജു ജോർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ചിത്രമാണ് വരവ്. ഇത് എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതേപോലെ അങ്ങ് പോയി വരവ് ഒരുപാട് വിവാദങ്ങളും സൃഷ്ടിച്ചു. ഷാജി കൈലാസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ സിനിമാ നിരൂപകൻ അശ്വന്ത് കോക്ക് ഇതാദ്യമേ ഈ സിനിമ വെറും തല്ലിപ്പൊളിയാണ്, പണ്ടത്തെ ഷാജി കൈലാസ് പടത്തിൻ്റെ നിഴലാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അശ്വന്ത് കോക്കിനെതിരെ ഷാജി കൈലാസ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ പുള്ളി അങ്ങനെ ഇന്റർവ്യൂ അങ്ങനെ വരണതല്ല പതിവ്. പുള്ളി ഇവൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഈ അശ്വന്ത് കോക്കിനെതിരെ രംഗത്തെത്തു. ഇച്ചിരി ഭീഷണി കലർന്ന സ്വരത്തിലാണ് അദ്ദേഹം രംഗത്ത്. പക്ഷേ ഇതിലൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വന്നത് ജോജു ജോർജിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. പെങ്കോന്തനായ ഒരു നടൻ തൻ്റെ സിനിമകൾക്കെതിരെ പെയ്ഡ് PR വർക്ക് നടത്തിയ സിനിമകൾ പൊളിക്കാൻ ഭാര്യയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അതായത് പെങ്കോന്തനായ നടൻ എന്നാണ് പറഞ്ഞത്. ആ നടൻ ആരാണ് എന്ന് ജോജു ജോർജ് പറയണമെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പറയണമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പെൺകോന്തനായ നടനെന്ന് പറഞ്ഞൊരു കാര്യമില്ല. പേര് പറയണം. പേര് പറയാനുള്ള ആർജവും ധൈര്യം കാണിക്കണം. മുമ്പൊരിക്കൽ ഓർമ്മയുണ്ട്, എറണാകുളത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തിയപ്പം അവിടെ നിന്ന് വളം വെച്ച ആളാണ്. അതെ, അതിലൊക്കെ ഉപരി പണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതിനെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ട ആളെ ഫോണിൽ വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പയ്യൻ അവസാനം ഇതെടുത്ത് വെളിയിലിട്ടാണ്. ജോജു ഒരുപാട് വിവാദങ്ങളിൽ പെടുന്ന ഒരാളാണ്. ജോജുവിന് എന്താ പറയുന്നത്, ഇന്നത്തെ മാറിയ സമൂഹം അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പണി കിട്ടാൻ പോകുന്ന വഴികൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഫോണിൽ വിളിച്ച് കാലത്ത് റെക്കോർഡ് ചെയ്യില്ലേ, ഇത് എങ്ങനെ വിളിച്ചാലും റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണല്ലോ. ഇപ്പൊ വാട്സാപ്പിൽ വിളിച്ചത് റെക്കോർഡ് ചെയ്തിട്ടാണ് പണ്ട് PV അൻവർ SP സുജിത് ദാസിന് പണി കൊടുത്തത്, അയാൾ സസ്പെൻഷനിലായി പോയത്. ഇത് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ഇപ്പം ജോജു ജോർജ് സ്വന്തം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇട്ടത്. എനിക്ക് എതിരെ ഒരു നടൻ, അയാളുടെ ഭാര്യ, ഈ നടൻ പെങ്കോന്തനാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ഏത് നടനാണെന്ന്. പെൺകോന്തനായ നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നു ഇത് പൃഥ്വിരാജാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇത് കുഞ്ചാക്കോ ബോബനാണെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇദ്ദേഹം ഒരു അഭ്യൂഹം എടുത്ത് ഇപ്പോഴേ മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരും ഭാര്യമാരും പൊതുവേദിയിൽ വരികയും അവർ ഇത്തരം ചർച്ചകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പണ്ടത്തെ കാലത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ KP മോഹൻ്റെ അവരെ കുടുംബാംഗങ്ങൾ ആരും ഒരിക്കലും ഇത്തരത്തിലും ഭാര്യയും മക്കളൊന്നും വരുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കാലം മാറിയപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലൊക്കെ തന്നെ അവരാരും ഭാര്യമാരും ഇത്തരത്തിലുള്ള ഒരു ഭർത്താവിനെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ പലപ്പോഴും ഈ പ്രധാനപ്പെട്ട നടന്മാരുടെയൊക്കെ തന്നെ ഭാര്യമാരും ഒക്കെ ഇറങ്ങി പ്രൊമോഷനൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ആരാണെന്നുള്ളതാണ് കൺഫ്യൂഷൻ. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഈ മമ്മൂട്ടി ചെയ്ത ചില വേഷങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയുടെ ഒരു ഗ്രാഫ് 80കളിൽ. അതുപോലെ മോഹൻലാൽ ചെയ്ത ചില വേഷങ്ങളുണ്ട്. ഇപ്പം മമ്മൂട്ടി ചെയ്ത നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് അടിയൊഴുക്ക് എന്ന് പറയുന്ന സിനിമ MTയുടെ സ്ക്രിപ്റ്റായിരുന്നു. കരുണ എന്ന ഒരു കഥാപാത്രം. അതുപോലെ ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ട് IV ശശിയുടെ ഒരു സിനിമയാണ് നാൽക്കവല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ ഇദ്ദേഹം ഒരു മുരടനായിട്ടുള്ള ഒരു നായകൻ, പരുക്കൻ കഥാപാത്രനായി മമ്മൂട്ടിയുടെ പിന്നെ പല സിനിമകളും പിന്നെ വിജയിക്കാത്ത മഹായാനം പോലെയുള്ള എല്ലാം പരുക്കൻ കഥാപാത്രം വന്നു. അപ്പം ഇപ്പം എന്ത് പറ്റി, ജോഷിയുടെയൊക്കെ സിനിമയിൽ ഇത്തരം പരുക്കൻ കഥാപാത്രമായിട്ട് വരുന്നത് ഇപ്പം പൊറിഞ്ചു മറിയത്തിൽ ഇതാണ് തുടങ്ങുന്നത്, അതോ ജോസഫിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പൊറിഞ്ചു മറിയത്തിൽ ആണ് ഇദ്ദേഹം ഒരു മമ്മൂട്ടി ലെവലിലേക്ക് വരുന്നത്, അതായത് 80കളിലെ മമ്മൂട്ടി ലെവലിലേക്ക്. അതായത് ആന്റണി എന്ന് പറഞ്ഞൊരു പടം. അതെ, അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പണി എന്ന് പറയുന്ന സിനിമ വരുന്നത്. പണി സംവിധാനം ചെയ്ത പുള്ളി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ വരവ് എന്ന് പറയുന്ന സിനിമ. ഈ വരവിലും ഇദ്ദേഹം ഈ കലിപ്പനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പരുക്കനാണ് അദ്ദേഹം. അങ്ങനെ വരുന്ന ഒരു സിനിമയാണ്. എന്തുകൊണ്ടോ ഇത് തിയേറ്ററിൽ ഷാജി കൈലാസ് പടമായിട്ട് പോലും തിയേറ്ററിൽ ഓടിയില്ല. ഇപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുന്ന മലയാള സിനിമയിൽ ഉള്ളത് ജോജു ആണെന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. അപ്പോൾ അതിന് രണ്ട് കാരണമുണ്ട്. നമുക്കറിയാം കടുവ എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജിൻ്റെ ഇറങ്ങി, അതും ഷാജി കൈലാസാണ് സംവിധാനം. പൃഥ്വിരാജ് കരിയറിൽ ഒരു നല്ല ബ്രേക്ക് ആയിരുന്നു ആ സിനിമ. കാരണം ഷാജി കൈലാസ് നമുക്കറിയാമല്ലോ, ചടുലമായ സീനുകളും ഫൈറ്റ് സീനുകളും ഗംഭീര ഷോട്ടുകളും ഓരോ ഷോട്ടുകൾക്കും ഓരോ ഭംഗിയുണ്ട്. ഒരു എന്താണ് പറയുന്നത്, ശരിക്കും മലയാളത്തിൽ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നായ നരസിംഹവും ഈ പറയുന്ന അതിനുശേഷം ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ കൊടുത്ത് ആ ഒരു ലെവലിൽ കൊണ്ടു നിർത്തി. ഇപ്പം സുരേഷ് ഗോപി തന്നെ സൂപ്പർ സ്റ്റാർ ആയത് എന്തുകൊണ്ടാണ്? വരച്ചന്ദ് തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയിലാണ് സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള
തുടക്കം. പിന്നെ കമ്മീഷണറായി. അത് കഴിഞ്ഞ് വന്ന സിനിമയാണ് കമ്മീഷണർ, സ്ഥലത്തെ പ്രധാന വയൻസ്. അദ്ദേഹം അങ്ങനെ വന്നാണ് സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകുന്നത്. അതൊക്കെ ഷാജി കൈലാസിൻ്റെ പടങ്ങളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ജോജു ജോർജ് വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനൊരു കഥ പറയും. എന്താണ്, എൻ്റെ പടം പൊളിക്കാൻ നടനും പെയ്ഡ് പി ആറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പെയ്ഡ് പി ആറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ നടൻ ആരെ എന്നാണ്, ഇപ്പോൾ ഈ നമ്മുടെ മിഥുൻ രമേശ് എന്ന് പറയുന്ന അവതാരകനും നടനും ഒക്കെ ആയിട്ട് മിഥുൻ രമേശിൻ്റെ ഭാര്യ ലക്ഷ്മി ജോജുവിന് പിന്തുണയായി എത്തിയിട്ടുണ്ട്. ഏതാ പെങ്കോന്തൻ ആരായാലും അറിയിക്കണം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇതാണ്, ഇതാരാണെന്ന് ജോജു തന്നെ പറയണം. അതെ, ഈ പലപ്പോഴും ഈ ഇത്തരം വിമർശനങ്ങൾ, ഈ പെയ്ഡ് പി ആർ നടക്കുന്നുണ്ടെന്നുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. കുറച്ചാൾ മുമ്പ് മറ്റൊരു നടനും ഇതുപോലെ ഒരു പെയ്ഡ് പി ആറിനെ കുറിച്ച് പറഞ്ഞ് യശ്വന്ത് കോക്ക് ബള്ളത്തിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂവിൻ്റെ പേരിൽ ഒരു വശത്തുള്ള ഗുസ്തി, നടന്മാരിറങ്ങി അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് വേറൊരു രീതിയിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ആകപ്പാടെ മലയാള സിനിമയുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ അമ്മയിലാക്കുന്ന സംഘർഷം അറിയാം. എല്ലാ മലയാള സിനിമയെ ബന്ധപ്പെട്ട സംഘടനകളെല്ലാം കൂട്ട പ്രശ്നങ്ങളാണ്. അതിനിടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു വിവാദം കൂടെ വന്നിട്ടുള്ളത്. ഈ ഇവർ തമ്മിൽ ഇവിടെ കിടന്നടിക്കും, പക്ഷെ ന്യൂജൻ പിള്ളേർ വന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ പടം എടുത്ത് അവരവരുടെ പടം ഗംഭീര വിജയമായി പോവാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം സത്യത്തിൽ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ് ഇപ്പം ഈ പൃഥ്വിരാജിനൊന്നും പടമില്ല. അടുത്ത കാലത്ത് വന്ന ഐ നോബഡി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അത് എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് തിയേറ്ററിൽ നിന്ന് നോബഡി ആയിപ്പോയി. ഇപ്പം ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസിയൊക്കെയാണ് ഇപ്പം നല്ല സിനിമയെ ഗൗരവത്തോടെ കാണുന്നവർ ഈ സിനിമകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പവും നമ്മുടെ സിനിമ കാണുന്ന ആ കാണികളുടെ ആസ്വാദന രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. അത് മനസ്സിലാക്കിയിട്ടുണ്ട് സിനിമ എടുക്കാൻ. അത് സത്യം. ഈ ഒരാൾ നമുക്ക് ഓർമ്മയുണ്ടോ, 80കളിൽ നെടുമുടി വേണു എനിക്ക് ഒരു ദിവസം, എനിക്ക് വിശക്കുന്നു, അങ്ങനെ ഒന്നിൻ്റെ സിനിമ എടുത്ത് ബുദ്ധിമാന്തിയുള്ള ആളായിട്ട് അഭിനയിച്ചു. പിന്നെ അദ്ദേഹത്തിന് വന്ന സിനിമ മുഴുവൻ ഈ ടൈപ്പ് കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പിന്നെ അത് സ്വീകരിച്ചില്ല. മലയാള സിനിമയിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊരു പ്രശ്നമുണ്ട്. ഒരാളൊരു വേഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറഞ്ഞ സിനിമ മുഴുവൻ അതേ രീതിയിലാണല്ലോ. സുരേഷ് ഗോപി സ്ഥിരം കമ്മീഷണറായത്. അത് ഗണേശൻ കളിയാക്കിയത് സ്വന്തം കാറിൽ യൂണിഫോം തൂക്കിയിട്ടുണ്ടാണ് നടക്കുമായിരുന്നേ. അപ്പോൾ ഇതൊരു സത്യമാണ്. പക്ഷേ ജോജു ചെയ്യേണ്ടത് അദ്ദേഹം വെളിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ പേര് ജോജു ഈ കലിപ്പനായിട്ട് മാറിയത്. പക്ഷേ അപ്പോൾ ജോജു ശരിക്കും നന്നായിട്ട് ഹാസ്യം ചെയ്യുന്ന ഒരു നടനാണ്. നല്ല വൃത്തിക്ക് ഹാസ്യവും സീരിയസും ഒക്കെ ചെയ്യുന്നതാണ്, എല്ലാം ചേർന്ന നല്ല നടനാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മാറി എല്ലാം കലിപ്പ് വേഷങ്ങളിലേക്ക് മാത്രമാണ് തിരിഞ്ഞിരിക്കുന്നത്. പടം പൊട്ടാം മലയാളത്തിൽ ഇറങ്ങുന്ന ഇപ്പം ജോജുവിൻ്റെ ഒക്കെ ഒരു പണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജോജുവിൻ്റെ എനിക്കൊന്ന് ഈ പടമാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. കഥയ്ക്ക് വ്യത്യസ്തതയുണ്ടെങ്കിൽ, തിയേറ്ററുകളിൽ ഇത് നല്ല അഭിപ്രായം നേടുന്നുണ്ടെങ്കിൽ ആ പടം ആദ്യത്തെ ദിവസത്തെ ഷോ കഴിയുമ്പോൾ തന്നെ അത് വിജയിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാകും. ഈ പൃഥ്വിരാജിന്റെ ഈ ഐ നോബഡി എന്ന് പറയുന്ന സിനിമയ്ക്ക് പറ്റിയ ആദ്യ ദിവസം തന്നെ പറഞ്ഞു ഇത് പൊളിയാന്ന് വെളി വന്നു. അപ്പോൾ തന്നെ അത് പൊളിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും ചിലവ് കൂടിയ സിനിമ നമ്മുടെ മറ്റേ ഈ ശ്രീലങ്കയിലെ കൊച്ച് ഷൂട്ട് ചെയ്ത മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരും കൂടെ വരച്ച സിനിമയുണ്ടല്ലോ. അതെ ആ സിനിമ പൊളിഞ്ഞു പോയി. ആ സിനിമ പൊളിഞ്ഞില്ലേ? അല്ല, അതാണ് പറയണത്. പണ്ടൊക്കെ വലിയ ഹൈപ്പോട് കൂടി ബിഗ് സ്റ്റാർ, മൾട്ടി സ്റ്റാർ, ബിഗ് ബഡ്ജറ്റ് സിനിമ പറയുമ്പോൾ ആളെല്ലാം പോയി കാണും. ഇപ്പം നേരെ തിരിച്ചാണ്. കണ്ടന്റ് എന്താണെന്ന് നോക്കും, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു വ്യവസായമാണ്. പക്ഷേ അത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോരുന്ന ഇവരാരും അല്ല ന്യൂജൻ പിള്ളേരാണെന്നുള്ള കാര്യം ഒരു പ്രത്യേകമാണ്. അല്ല, നമ്മൾ ഈ തമിഴ് സിനിമയിൽ ഇത് തന്നെയാണ് വിഷയം. കറുപ്പെന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഇയാളുടെ സൂര്യയുടെ. ഞാൻ ആ സിനിമ എന്താ ഇതൊക്കെ സിനിമയാണോ? അതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വെറും എന്താ സിനിമ അതിൻ്റെ ആദിമകാലത്തിലേക്ക് പോയ പോലെ. അല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഇവർക്ക് പലർക്കും ഇപ്പോഴും സിനിമ പണ്ടത്തെ കാലത്തേക്ക് പോയതാണ്. പിന്നെ ഇവർ ഇപ്പം പറയപ്പെടുന്ന ഒരു വിഷയം, ഈ പഴയകാല പല നടന്മാരുടെയും ഒരു പ്രശ്നം, ഇവർ അസ്മാദിൽ വെച്ചേക്കും. അസ്മാദിയാണ് സ്ക്രിപ്റ്റും കഥ കേൾക്കുന്നതൊക്കെ. മമ്മൂട്ടിക്ക് നേരെ തിരിച്ചാണ്. മമ്മൂട്ടി എടുത്തുന്ന കഥ പറയാനുള്ളത്. അതാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെയൊക്കെ സിനിമയിലും മമ്മൂട്ടി അഭിനയിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. ഈ അസ്മാദികളെ വിട്ട് അവരെ കഥ കേൾക്ക്. ചിലർ ചില നടൻ്റെ അടുത്ത് ഭാര്യ അടുത്ത് കഥ പറയാൻ പറയും. അതായിരിക്കും പെങ്കോന്തൻ എന്നൊക്കെ അതായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ജോജു വെളിപ്പെടുത്തിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടെത്തുമായിരിക്കും.